ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫിൽ ഇന്ന് ഒരു പുതിയൊരു അതിഥി കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അവൻ ഇന്നലെ വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ ഇന്നലെ വന്നതിൻ്റെ വീഡിയോ ഇന്നലെ രാത്രിത്തെ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു പുതിയ ഡേ അവനെ വെച്ചിട്ടെടുക്കാൻ വെച്ചു. അവനങ്ങനെ വീഡിയോയ്ക്കും ഫോട്ടോസിനൊന്നും വരണ ഒരാളല്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നു മാത്രം. അപ്പോൾ അവൻ വന്ന കാരണം ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അവനിഷ്ടപ്പെട്ട പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. പത്തിരി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞാൽ വിശേഷക്കാവണമായിട്ട് മുമ്പെടുത്ത് ഉണ്ടാക്കിയുള്ള ഊട്ട പത്തിരി. അങ്ങനെ ഹെവി കുറേ നേരം നിൽക്കണ പരിപാടി അങ്ങനത്തെ സംഭവമൊന്നും ഏറ്റെടുക്കാറില്ല, വയ്യാണ്ടാവും കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ മിക്കവാറും ഇവിടെ പുട്ട് തന്നെയാണ് ശരണം. അത് പുട്ട് പലതരം പുട്ടുകളുണ്ടാക്കും. ഒന്ന് അരിപ്പുട്ടുണ്ടാക്കും, പിന്നെ ഗോതമ്പ് പുട്ടുണ്ടാക്കും, പിന്നെ അമൃതംപൊടിയുടെ പുട്ടുണ്ടാക്കും. അങ്ങനെ മാറി മാറി ഉണ്ടാക്കും പുട്ട്. പിന്നെ ദോശ, ഇഡ്ഡലി, വെള്ളയപ്പം, ചപ്പാത്തി പിന്നെ വൈകുന്നേരത്തെ സമയത്ത് മാത്രം അങ്ങനെ ഉണ്ടാക്കുള്ളൂ. രാവിലത്തെ സമയത്ത് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള നേരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നാളായി പത്തിരി ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് ഫ്ലോപ്പായി പോകുമെന്നറിയില്ല. അപ്പോൾ എന്തായാലും തേങ്ങയൊക്കെ പൊളിച്ചു, തേങ്ങയൊക്കെ ചെരുകി. അപ്പോൾ തേങ്ങ ചെരുകാൻ നിൽക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ചേട്ടനെ എണിച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ തേങ്ങയൊക്കെ അങ്ങോട്ട് വയറ് വെച്ച് ഇങ്ങോട്ട് വയറ് വെച്ച് അങ്ങനെ ചെരുകിയെടുത്തു. അപ്പോൾ തേങ്ങാപ്പാലുണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം പിടിക്കും. അപ്പോൾ ഞാൻ ചേട്ടൻ പോകുമ്പോഴൊക്കെ എന്തായാലും പത്തിരിയുടെ കൂടെ കഴിക്കാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടാണ്. അങ്ങനെ പത്തിരിയുടെ പരിപാടിയൊക്കെ ഒരു ഭാഗത്ത് വെച്ചു. ഇന്ന് ഒരു പരീക്ഷണാർത്ഥം ഞാൻ ഒരു ക്യാപ്പിച്ചീനോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ക്യാപ്പിച്ചീനോ ആണോ എന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പരീക്ഷണം ഞാൻ ഇതിനു മുമ്പ് മിക്സിയിലല്ലാണ്ട് കുറേയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്തായാലും സൺറൈസിൻ്റെ കാപ്പിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതും കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് ലേശം വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. എങ്ങനെയാവുമെന്ന് അറിയില്ല കേട്ടോ. അതാ ഏകദേശം കാണുമ്പോൾ ഒക്കെ അതേപോലെ ആയിട്ടുണ്ടെങ്കിലും സംഭവം കുറച്ച് ലൂസാണ്, എന്നാലും വേണ്ടില്ല. അപ്പം അങ്ങനെ അത് ഒഴിച്ചു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാട്ടോ കാപ്പി. അപ്പോൾ കാപ്പി ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ തലേ ദിവസം അങ്ങനെ പാൽ ചായ അങ്ങനെയായിട്ട് അങ്ങനെ വയ്ക്കാറില്ല. അങ്ങനെ പാൽ ഇടയ്ക്കേ വാങ്ങാറുള്ളൂ കേട്ടോ. ഞായറാഴ്ച ദിവസമാണ് കൂടുതൽ പാൽ വാങ്ങാറുള്ളൂ, അല്ലാണ്ട് പാൽ വാങ്ങാറില്ല. അപ്പോൾ പാൽ തലേ ദിവസം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്യാപ്പിച്ചീനോ ഉണ്ടാക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഞാനിങ്ങനെ ഡിസൈനൊക്കെ വരുത്തി കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ അവന് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഞാനും ചായ കുടിച്ചു. പിന്നെ സബോളയൊക്കെ അരിഞ്ഞ് വെച്ച് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് നേരെ പോയി കുളിച്ച് വന്ന് കുറച്ച് നേരം കുളിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ പൊട്ടും കുരൊക്കെ വരച്ച് മസ്റ്റായി. മുടിയില്ലെങ്കിലും ഞാൻ പൊട്ടും കുരൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ ചോറൊക്കെ വെച്ചിട്ടാണ് വന്നുള്ളത്. അപ്പോൾ ചോറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ചോറൊക്കെ തെർമലത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റാട്ടോ എനിക്ക്. കുളി കഴിഞ്ഞ് ഞാൻ ഒരുവിധം പണികൾ തീർത്തതിൻ്റെ ശേഷമാണ് ഇപ്പോൾ കുളിക്കാറുള്ളത്. കാരണം പണികൾ ചെയ്ത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് പണികൾ ചെയ്ത് ഭയങ്കരമായിട്ട് വയർത്ത് കുളിച്ച് ഒരു വിധം എനിക്കിഷ്ടമില്ല. പിന്നെയും കുളിക്കണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്ന ശീലമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ദിവസം വയർക്കുന്നതിനനുസരിച്ച് ഞാൻ 1, 2, 3, 4 പ്രാവശ്യമൊക്കെ ഞാൻ കുളിക്കും കേട്ടോ. എനിക്ക് കുളിക്കാൻ മടിയുള്ള കൂട്ടത്തിലല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുളിക്കും. ആ കുളിച്ച് കിടക്കുന്ന സുഖം ഇടയ്ക്കിടയ്ക്ക് കുളിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് കുളിക്കാണ്ട് നടക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് എൻ്റെ വലിയച്ഛൻ പറഞ്ഞത് കേട്ടോ ഒരു പ്രാവശ്യം. അപ്പോൾ അങ്ങനെ കുളിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്നതും അതിൻ്റെയൊക്കെ സുഖം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ
എന്തായാലും ഞാനങ്ങനെ എല്ലാ പണികളും തീർത്തതിൻ്റെ ശേഷം വന്ന് കുളിച്ച് ഒന്ന് കുറച്ച് നേരം കിടന്നുട്ടാ. അപ്പോൾ അതാ ചേട്ടൻ്റെയും അനിയൻ്റെയും ഇവനാട്ട വന്നത്, അവനെ കാണിച്ചു തരാൻ മറന്നു. അപ്പോൾ ഇവനാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നത് ചേച്ചിയുടെ മോനാട്ടാ, ചേച്ചിയുടെ മൂത്ത മോൻ, ആ പൊണ്ണുകുട്ടൻ. അപ്പോൾ അവനും ചേട്ടൻ്റെ അനിയനും കൂടി ഗംഭീര കളിയാട്ടാ. ചേട്ടൻ തട്ടിയിടും, ചേട്ടൻ അവരെ തട്ടിയിടും, അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഗംഭീരമായ കളിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ എല്ലാ വെക്കേഷനും വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ താമസാക്കിയതിൻ്റെ ശേഷം എല്ലാ വെക്കേഷനും വന്നിട്ടുണ്ട് അവൻ. അധികം ദിവസമൊന്നും നിന്നില്ലെങ്കിലും കുറച്ച് ദിവസം നിന്നിട്ട് അവൻ പോകട്ടാ. അങ്ങനെയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചേട്ടന്മാരെ കളിയൊക്കെ കഴിഞ്ഞ് ചേട്ടൻ്റെ അനിയനെയും കളിയൊക്കെ കഴിഞ്ഞ് ചോറ് ആയോ നോക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ ചോറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ വന്ന് ചോറൊക്കെ ഊറ്റി അപ്പം എന്തായാലും ശിവയ്ക്ക് എന്തായാലും ചോറ് കൊടുക്കാമെന്ന് വെച്ചു. അവനെന്തായാലും ഉണ്ണിക്കുട്ടൻ എന്തായാലും കുറച്ച് നേരത്തെ അവൻ ഇത് കഴിച്ചത്. ചിക്കൻ കറി ആയതിൻ്റെ ശേഷമാണ് അവൻ പത്തിരി കഴിച്ചത്. അപ്പോൾ കുറച്ച് ഒരുവിധം നേരമൊക്കെ ആയിട്ട് അപ്പോൾ കഴിക്കുമ്പോൾ അവനിപ്പോൾ ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതാ ശിവയ്ക്കുള്ള ചോറും ചിലപ്പോൾ ഞാനും അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചിലപ്പോൾ തിന്നിട്ടാലോ, ചിലപ്പോൾ കുറച്ച് നേരം കഴിയും. ചിലപ്പോൾ ചോറുണ്ടെങ്കിൽ അങ്ങനെ അവൻ്റെ ഒപ്പം തന്നെ ഇരുന്നിട്ട് കഴിക്കും. വേറെ പ്ലേറ്റ് എടുക്കാണ്ട് അതിൽ തന്നെ എടുത്ത് കഴിക്കും. അപ്പോൾ അങ്ങനെ ചോറൊക്കെ വാർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചോറ് കൊടുക്കാനുള്ളതാണ്. എൻ്റെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറി ഒക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിലിട്ടതും ഇഞ്ചിപ്പുളി അതേപോലെ തന്നെ തൈരിൻ്റെ എല്ലാതും രാവിലെ ചിക്കൻ കറിക്ക് അരിഞ്ഞപ്പോൾ തന്നെ ഞാൻ സബോളയും തക്കാളിയല്ല അതേപോലെ തന്നെ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകുന്നത്. കഴിക്കണ നേരത്ത് മാത്രം തൈര് ഒഴിച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ തൈരൊക്കെ ഒഴിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഉണ്ണിക്കുട്ടന് കുറച്ച് കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഞാൻ ശിവയ്ക്കിതാ ഇഞ്ചിമ്പുളിയുടെ പാത്രം കണ്ടപ്പോൾ അവനപ്പം എന്നെ കഴിക്കണം. അവനെ ഇഞ്ചിമ്പുളിയാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, അവൻ എന്താന്ന് വെച്ച് വന്നാട്ട്. പക്ഷെ അവൻ ഈ വക സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും കേട്ടോ. അവൻ തിന്നൊന്നുമില്ല. അവനെന്തെങ്കിലും സാധനം കണ്ടു കഴിഞ്ഞാൽ ഓക്കാനിക്കാൻ വരല ടെൻഡൻസി കൂടുതലുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അവനെന്തായാലും ഇഷ്ടമായില്ല. അപ്പോൾ അവൻ എന്തായാലും അവനായിട്ട് തന്നെ അവനിഷ്ടമില്ലാത്തവൻ അവൻ നീക്കി വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിക്കുട്ടൻ വന്നു കഴിഞ്ഞാൽ സ്ഥിരം യൂട്യൂബിൽ ഓരോ വീഡിയോസ് കുക്കിങ് അതേപോലെ ഓരോന്നും ഉണ്ടാക്കണത് ഇതൊക്കെയാണ് കേട്ടോ. അവന് സ്ഥിരം കലാപരിപാടികൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവൻ ആ മുക്കിയിൽ തന്നെ പോയിട്ടിരിക്കുള്ളൂ. അതവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതാണ്. അവൻ അവിടെ മുക്കിയിൽ പോയിട്ടിരുന്നിട്ടാണ് കാണുക. അപ്പോൾ അത് കഴിഞ്ഞ് ചോറൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന ആളുടെ കുറച്ച് മൂമെൻറ്റ്സൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഫോൺ അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ. അത് എടുത്തോടുകൂടി മൂപ്പരാൾ കിടന്ന് ഉറങ്ങി തോന്നിട്ട് ഒരു വിവരമില്ല. കുറേ ഞാനിത് നോക്കി ഒരു രക്ഷയില്ല കേട്ടോ ചവിട്ടും തൊഴി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ ഞാൻ വൈകുന്നേരം എണിച്ച് നനയ്ക്കാനും പിടിക്കാനൊക്കെ ഇറങ്ങിയിട്ടോ. അപ്പം അങ്ങനെ നനയ്ക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ചേട്ടൻ വരും. അപ്പോഴേക്കും ചേട്ടന് ചിലപ്പോൾ വന്നിട്ട് ചായ വയ്ക്കും, ചിലപ്പോൾ വൈകുന്നേരം മുമ്പ് ചായ വയ്ക്കും. ചേട്ടൻ ഇങ്ങനെ കറക്റ്റ് സമയത്ത് വരുന്ന ആളല്ല, അതുകൊണ്ട് ഞാൻ മിക്കവാറും ചേട്ടൻ വന്നതിൻ്റെ ശേഷമാണ് ചായ വയ്ക്കാറ്. ഇന്ന് എന്തോ കറക്റ്റ് ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞോടിയിട്ട് വന്നിട്ട് എന്തായാലും വെയിലാറാണ്ട് പിന്നെ മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഒരു 5 മണി 5:30 ആയാലും അവിടുത്തെ മാത്രം വെയിൽ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ അതിഥിയുള്ളതാണല്ലോ. അപ്പോൾ കുറച്ച് എക്സ്ട്രാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശിവയ്ക്ക് വേണ്ട ഇതാണ്. ഞാനാണെങ്കിൽ കുറച്ച് നാളായി എനിക്ക് അടപ്രഥമൻ തിന്നാൻ തോന്നും, കൊതി വന്നിട്ട് തുടങ്ങിയിട്ടാ. അപ്പോൾ ഉണ്ടാക്കി കഴിക്കണമെന്ന് വിചാരിക്കും. അവസാനം ഞാൻ ഇന്നാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ചേട്ടനോട് വാങ്ങി വരാൻ പറഞ്ഞത് പായസത്തിൻ്റെ അട. അപ്പോൾ അങ്ങനെ അടപ്പായസം ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ശിവോട്ട് അനുസരിക്കാൻ വന്നപ്പോൾ ശിവക്ക് ഒന്ന് ചാടി കളിക്കണം കണ്ടു.
അങ്ങനെ അടപ്പായസം ഉണ്ടാക്കി. അടപ്പായസമൊക്കെ കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് രാവിലത്തെ രാത്രിത്തെ ഫുഡ് അടി കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് പകുതി പടക്കങ്ങൾ മാറ്റി വെച്ചൊക്കെയായിരുന്നു കേട്ടോ. പകുതി ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വിഷുവിൻ്റെ അന്ന് പൊട്ടിച്ചു. ബാക്കിയത്തെ പകുതി ഇവിടെ വെച്ചൊക്കെയായിരുന്നു കേട്ടോ. ഉണ്ണിക്കുട്ടൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഉണ്ണിക്കുട്ടൻ ഭയങ്കര ഇഷ്ടത്തൊക്കെ പൊട്ടിച്ച്. അപ്പോൾ ഇന്ന് ഈ പൊട്ടിക്കലോട് കൂടിയിട്ട് ഞങ്ങളുടെ വിഷു ഇവിടെ അവസാനിച്ചു കേട്ടോ. വിഷു കഴിഞ്ഞിട്ടാട്ടോ വന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ബായ്.